So hello guys, welcome back to the video and today we are going to prepare this chili tuna from Tasty Nibbles. നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് ആയിട്ട് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. അപ്പോഴത്തേനും നമ്മുടെ സവാളയും ചില്ലിയും ഗാർലിക്കും ഒക്കെ ഒന്ന് അരിഞ്ഞ് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തക്കാളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുക, കുറച്ച് ഓയിൽ ഒഴിക്കുക, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കടുക് അതിനകത്ത് ഇടണം. കടുക് ഇട്ടു. ഇനി അത് പൊട്ടട്ടെ. എന്താ പൊട്ടാത്തേയും പൊട്ടൂന്നേ? പൊട്ടാൻ തുടങ്ങി. ഓക്കെ, കടുകൊക്കെ പൊട്ടി തുടങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഓണിയനും ചില്ലിയും പിന്നെ ഗാർലിക്കും കൂടെ ഉള്ള ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. വി ആർ ട്രൈങ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം, സോ ഐ വിൽ ലെറ്റ് യു നോ ഹൗസ് ദ ടേസ്റ്റ് ആൻഡ് ഓൾ ഇൻ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. സോ മേക്ക് ഷുവർ ടു വാച്ച് ടിൽ ദ എൻഡ്. കുറച്ച് കരിയേപ്പില പുറത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നു. നെക്സ്റ്റ് ടൊമാറ്റോസ്. ടൊമാറ്റോസ് ഇൻ. ഇളക്കാം, സോട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വഴട്ടെ. അതൊന്ന് ടൊമാറ്റോയുടെ ആ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി പോട്ടെ. ഓൾ റൈറ്റ്, ഇനി നമുക്ക് തീ ഇച്ചിരി കുറയ്ക്കാം, സിമ്മാക്കാം. ആൻഡ് ടൈം ഫോർ പൊടീസ്. ഫസ്റ്റ് വൺ ടർമറിക്, കുരുമുളക് പൊടി കുറച്ച്, അത് പാകത്തനുസരിച്ച് ഇട്ടാൽ മതി. മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ കുറച്ച് ഗരം മസാല. ഓൾ റൈറ്റ്, ഇനി നമുക്കൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്യൂണ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ചില്ലി കിടക്കുന്നുണ്ടല്ലേ. ചില്ലിയും ട്യൂണയും ഇച്ചിരി ഓയില് വാട്ടറി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് ആഡ് ചെയ്യും. ഇത് പല രീതിക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. സോ നമുക്ക് സോട്ട് ചെയ്യാൻ വീണ്ടും. ഓക്കെ, ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. അതിൻ്റെ ജ്യൂസും വെള്ളവും ഒക്കെ ചേർന്നിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാനകത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. Let it be there for some time. ചെയ്തിരിക്കട്ടെ. Meanwhile, let's add some curry leaves. കറി ലീവ്സ് നമ്മൾ അരിഞ്ഞാട്ടോ ഇടുന്നത്. അപ്പോൾ അത് കളയേണ്ട ആവശ്യം വരത്തില്ലല്ലോ. നമ്മൾ കരിയേപ്പില എടുത്ത് കളയല്ലോ കഴിക്കുന്നുണ്ട്. ഗമ്മൻ്റെ അവിടെ പോയി പിക്കോളും. എൻ്റെ ഫ്ലേവർ ഇറങ്ങുവാൻ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ലെറ്റ്സ് കട്ട് ദ കറി ലീവ്സ് ഇൻ ടു ഇറ്റ്. Finally, next up we have the grated coconut. Let's add that for some taste. Okay. Also, the tuna has some salt in it, so make sure to check that before adding salt. നമ്മളൊരു നുള്ള് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ തക്കാളിയും സവാളയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ ആവശ്യം വരുമായിരിക്കും. ഇതെല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
സൂപ്പർ സാധനം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഒരു ഓപ്ഷൻ അഡീഷണൽ ഇടേണ്ട ആവശ്യം തോന്നിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കായിരിക്കും അല്ലേ? ചോറും ഇതും മതി, വേറെ കറി യൂസ് ചെയ്യരുത്. പച്ചച്ചോറിന്റെ കൂടെ ഇത് മാത്രം, അതാണ് അതിന്റെ കോമ്പിനേഷൻ. അപ്പൊ സെറ്റ് ഡൺ. ഫൈനലി ലെറ്റ്സ് ആഡ് സം പെപ്പർ ഫോർ സം ടേസ്റ്റ്. എരിവിനൊക്കെ വേണ്ടിയിട്ടും ഇച്ചിരി ഫ്ലേവറിന് വേണ്ടിയിട്ടും ഇച്ചിരി കുരുമുളകും കൂടെ ഇടാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. ഇനി നമുക്ക് നല്ല ചോറും ട്യൂണയും കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. വേറെ കൂട്ടാനൊന്നും വേണ്ട കേട്ടോ, ഇത് രണ്ടും മതി, ധാരാളം. പിന്നെ ട്യൂണ പീസസ് അടിപൊളി. കുറച്ച് ഇതിലൂടെ മിക്സ് ചെയ്ത് അടിപൊളി സൂപ്പർ സാധനം. നല്ല ഫിഷിൻ്റെ ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ സാധനം. നിങ്ങളെല്ലാം ട്രൈ നോക്കും. സംഭവം അടിപൊളിയാണ്. സോഫ്റ്റാണ് മീറ്റ്, നല്ല സോഫ്റ്റ് സാധനമല്ലേ, പൊടിഞ്ഞു പോകും അതുപോലെ നല്ല സോഫ്റ്റാണ്. പിന്നെ ആ സവാളയുടെ തക്കാളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒരുമിച്ച് ആകുമ്പോഴത്തേന് സംഭവം കിടിലാണ്. പ്ലെയിൻ റൈസ് ആണ് അതിൻ്റെ കോമ്പിനേഷൻ, വേറെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. കറിയൊക്കെ ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് കുറയുള്ളൂ. അതെ, ഒന്നും വേണ്ട, ഇതന്നെ ധാരാളം. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇതുപോലത്തെ ഫുഡ് വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ. Also forget to mention that the chili tuna has some sugar in it, like the can has some sugar as an ingredient, so there's some sweetness to it as well. It's a different taste. It's the sweet and the some hot taste of the chili. It's a different type of flavor, so I just forgot to mention that as well. So these are the other two light meat tuna. So my preference will be this one, light meat tuna flakes in sunflower oil. Then there are olive oil, brine, etc. But this will be my choice. Others are also good in their own way. My preference will be this one. And yes, this is not a sponsored video. I wish it was, but it's not. I really like this company and their products. That's why I just making a video of it. All like that. And the prices of these are almost the same, 170 rupees. This is also 170 rupees. All right. One more thing, I usually buy these two. For a change, I bought the chili tuna, so I thought of making a video on that. By the way, the preparation for all these tuna products are the same. This is our own technique. It's not like the way they say. They haven't said anything on the pack, so we just make it in our own way. So this is how we make the tuna product. All right.